ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് ആര്യനെ അനീഷ് വലിച്ചു കയറി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ടാസ്കിനിടയിൽ കള്ളക്കളി കളിച്ചു. ഇവർക്ക് കിട്ടി, ഈ ആര്യന് കിട്ടിയത് 15 സ്ക്രാച്ച് കാർഡാണ്. അപ്പൊ 15 സ്ക്രാച്ച് കാർഡിനകത്ത് 4 ഈ ആര്യൻ ചുരണ്ടി നോക്കി. 4 മാറ്റി വെച്ചതിൽ 2 ചുരണ്ടി നോക്കി. കാരണം 2 പണിയാണ് ഇയാളിന് കിട്ടിയത്. അപ്പൊ ബിഗ് ബോസ് ചോദിക്കുന്ന സമയത്ത് എത്ര കിട്ടിയെന്ന് ചോദിക്കുന്ന സമയത്ത് ആര്യൻ പറഞ്ഞു എനിക്ക് 11 കിട്ടിയിട്ടുള്ളെന്ന് പറഞ്ഞു. അത് പിന്നെ വെളിയിൽ വന്നു. 15 കിട്ടിയിട്ടുള്ള കാര്യം ഇത് ആര്യം പറഞ്ഞു. അപ്പോഴത്തേക്ക് അനീഷ് കട്ടയ്ക്ക് അവിടെ എണ്ണീറ്റെന്ന് ചോദിച്ചു. കാരണം 15 കിട്ടിയിട്ടുള്ള നീ ബാക്കി ചുരണ്ടി നോക്കി, 4 മാറ്റി വെച്ചു, 2 ചുരണ്ടി നോക്കി, എന്നിട്ട് 11 കിട്ടിയിട്ടുള്ളെന്ന് ബിഗ് ബോസിന്റെ അടുത്ത് കള്ളം പറഞ്ഞു. അപ്പം നീ ഈ കളിച്ചത് ഏറ്റവും വലിയ കള്ളക്കളിയാണ്, അതുകൊണ്ട് ഈ ടാസ്ക് റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് അനീഷ് കട്ടയ്ക്ക് അവിടെ സംസാരിച്ച് നിന്ന്. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അനീഷിന്റെ കൂടെ ഷാനവാസ് സംസാരിച്ചു. മറ്റുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് മാത്രം ചോദിച്ചു, എന്തിനാണ് കള്ളക്കളി കളിച്ചതെന്ന് മാത്രം ചോദിച്ചു. പിന്നെ ആരും ചെന്നൊന്ന് കൺവിൻസ് ചെയ്തപ്പോഴത്തേക്ക് അതേപോലെ അവരൊക്കെ അതൊക്കെ അങ്ങ് വിട്ടു. ആരും ചെന്നൊരു ചുമ്മാ ഒരു മയത്തിലൊരു തള്ളങ്ങോട്ട് തള്ളി. ഇത് ആദിലേക്ക് 4 കാർഡ് കിട്ടിയായിരുന്നു, 4 യെല്ലോ കാർഡാണ് കിട്ടിയത്, അതിൽ മൊത്തം പണിയായതുകൊണ്ടാണ് ഞാൻ ഇത് നോക്കിയത്. അപ്പം അങ്ങനെ എനിക്കും പണി കിട്ടുമെന്ന് വിചാരിച്ച് പേടിച്ചിട്ടാണ് ഞാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് തള്ളി അങ്ങോട്ട് വിട്ടപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും കൺവിൻസ് ആയി. പിന്നെ ആൾക്കാരൊക്കെ അത് വിട്ടു. പക്ഷെ അനീഷ് കട്ടയ്ക്ക് നിന്നു. അനീഷ് പറഞ്ഞു ഈ ടാസ്ക് ഇനി ഇവിടെ കളിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്, കാരണം ഈ കാർഡ് ഉരച്ചു നോക്കാൻ പറ്റത്തില്ല. ബിഗ് ബോസ് ഉരച്ചു നോക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് സ്ക്രാച്ച് ചെയ്ത് നോക്കാനും പറ്റത്തില്ല. അവരവർക്ക് കിട്ടിയിട്ടുള്ള എത്ര കാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയും വേണം. അപ്പം ഇതിനകത്ത് ബിഗ് ബോസ് പറഞ്ഞത് ഇത് വകവയ്ക്കാതെ ആ സ്ക്രാച്ച് കാർഡ് ഉരച്ചു നോക്കുകയും അത് കിട്ടിയിട്ടുള്ളത് പണിയാന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് 11 കാർഡേ കിട്ടിയിട്ടുള്ളെന്ന് പറയുകയും ചെയ്ത്. അപ്പോൾ ഇത്രയും കള്ളക്കളി കളിച്ച ഈ ഒരു ടാസ്ക് ഇനി മുമ്പോട്ട് പോകണ്ട, ഇത് റദ്ദ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് കട്ടയ്ക്ക് അവിടെ സംസാരിച്ച് നിൽക്കുകയാണ്. ബഹളം വെച്ച് അവിടെ കിടന്ന് പൊട്ടി തെറിച്ച് നാശമായിട്ട് അനീഷ് അവിടെ കിടന്ന് ബഹളം വയ്ക്കുകയാണ്. അവസാനം എല്ലാവരും കൂടെ ചേർന്നിട്ട്, പിന്നെ ക്യാപ്റ്റൻ എല്ലാം കൂടെ ചേർന്നിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുവാണ് ഈ ടാസ്ക് ബിഗ് ബോസ് ഇത് റദ്ദാക്കി വെക്കുക. കാരണം ഇത് റദ്ദാക്കിയില്ലെങ്കിൽ ഇവിടെ അടിയും പിടിയൊക്കെ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അത് റദ്ദാക്കി വെക്കാൻ ബിഗ് ബോസിനോട് പറയുന്നു. ആര്യൻ കാണിച്ചത് എന്തായാലും ആര്യൻ ഈ ആര്യന് പണി കിട്ടിയതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നല്ല പണിയാണ് കിട്ടിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യന് ഈ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് ഒന്നും കഴിക്കാൻ പാടില്ല. ഉരുളക്കിഴങ്ങ് അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു പണിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് അറിഞ്ഞതും നമ്മുടെ നിവിനുണ്ടല്ലോ, അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ട് ഇരുന്ന കടലയെ മറ്റേ എന്തോ ചെന എന്തെങ്ങാണ്ടൊക്കെയാന്ന് തോന്നുന്നു, കടലക്കറിക്കകത്തോട്ട് ഇതറിഞ്ഞതും. കാരണം ഈ ആര്യന് കഴിക്കാൻ പറ്റത്തില്ലല്ലോ, പൊട്ടറ്റോ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അതാണ് ആര്യന്റെ പണി. അപ്പൊ അതിനകത്തോട്ട് കുറച്ച് ഉരുളക്കിഴങ്ങെല്ലാം കൂടെ കൊത്തി എറിഞ്ഞ് അതിനകത്തോട്ട് ഇടുന്നുണ്ട്. അപ്പോഴത്തേക്കും ആര്യന് കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും കൊള്ളാം. അപ്പം ആ പങ്കും കൂടെ ഇവനിക്ക് കഴിക്കാമല്ലോ, നെവിന് കഴിക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും നെവിൻ അങ്ങനെ ചെയ്തത്. അപ്പൊ എന്തായാലും കൊള്ളാം. അപ്പം എന്തായാലും കള്ളക്കളി കളിച്ച് ആര്യനെ കയ്യോടെ വലിച്ചു കീറി അനീഷ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ലൈവിനകത്ത് അനീഷും ഷാനവാസും മാത്രമേ ചോദിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആ സമയത്ത് സംസാരിക്കുന്ന മാത്രമേ ഉള്ളൂ. നൂറയും ആ സമയത്തൊന്ന് ചോദിക്കുന്ന മാത്രമേ ഉള്ളൂ. ബാക്കി കഴിഞ്ഞിട്ട് ആരും എല്ലാവരെയും ഒന്നൊന്ന് കൺവിൻസ് ചെയ്ത് എടാ എനിക്ക് അങ്ങനെ പറ്റിപ്പോടാ, ഞാൻ അതുകൊണ്ട് ആടാ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും അതങ്ങ് വിട്ടു. പക്ഷെ അനീഷ് കട്ടയ്ക്ക് അവിടെ പൊരുതി നിന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവിനകത്ത് അക്ബർ പൊട്ടിക്കരഞ്ഞ്, ഇന്നലെ ഓൾറെഡി അക്ബർ കരഞ്ഞായിരുന്നു, ഇന്ന് വീണ്ടും കരഞ്ഞു. പൊട്ടിക്കരഞ്ഞ് നാശകോശമായിട്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, ആദിലെയാണ് പുള്ളിയുടെ പാവ എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് പോയി പറഞ്ഞു. അപ്പൊ അത് ആദ്യം കുഴപ്പമില്ലടാ, സാരമില്ലടാ, ഗെയിമിന്റെ പ്ലാൻ അല്ലേടാ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഇരുന്ന അക്ബർ അത് കഴിഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ് ഇന്നത്തെ പോലെ കണ്ണിൽ കൂടെ ഒക്കെ ഇങ്ങനെ കണ്ണീരൊക്കെ തുടയ്ക്കുന്ന രംഗമാണ് ലൈവിനകത്ത് കണ്ടിട്ടുള്ളത്. അപ്പം ഈ അക്ബർ വിചാരിച്ചിട്ടില്ല ആദില ഈ പരിപാടി ചെയ്യുന്നു. അക്ബർ വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവാണ് ഇത് മോഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇത് ലാലേട്ടൻ തന്നെ അങ്ങോട്ട് എടുത്തിരട്ടെ, ലാലേട്ടൻ തന്നെ അങ്ങോട്ട് വിഷയിൽ കാണിക്കട്ടെ, അപ്പം പ്രതികരിക്കാം എന്നുള്ളൊരു മട്ടിലാണ് ഈ അക്ബർ ഇരുന്നത്. ഈ ആദിലയോ അല്ലെങ്കിൽ ആര്യനോ ഇവരൊക്കെ ഇങ്ങനെ നെവിനോ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അക്ബറിന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ അക്ബർ ഇതറിഞ്ഞത് മുതൽ പൊട്ടിക്കരഞ്ഞ് അവിടെ ഇരുന്നിട്ട് വീണ്ടും ഇല്ല കണ്ണീരൊക്കെ തുടച്ച് നാശകോശമായിട്ടിരിക്കുന്ന അക്ബറിനെയാണ് ലൈവിനകത്ത് കണ്ടത്. അപ്പൊ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർ പറയുന്നുണ്ട് നാളെ ഒരു വശാൽ ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ ഇത് മനസ്സിൽ കടന്ന് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായാലോ,
എങ്ങനെ മാനേജ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിന്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, ഇത് ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഈ പാവകൾ മോഷ്ടിച്ച ആളെ നിങ്ങൾക്ക് കാണണ്ടേന്ന് ചോദിച്ചിട്ട് ഈ വിഷ്വല് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ആദിലയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇത് പുള്ളിക്കാരി മുമ്പേ കണ്ടിട്ടാണ് ഈ തന്ത്രപൂർവ്വം അക്ബറിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ആ പാവ എടുത്തത് എന്ന് മുമ്പേ പറഞ്ഞത്. കാരണം അതാകുമ്പോഴത്തേക്ക് പിന്നെ ലാലേട്ടൻ ഈ ചോദിക്കത്തില്ലല്ലോ, ഓൾറെഡി പുള്ളിക്കാരി കുറ്റസമ്മതം നടത്തി. അപ്പൊ ചോദിച്ചാലും പിന്നെ ആ സമയത്ത് വന്ന് ഫയർ ചെയ്താലും കുഴപ്പമില്ല, അക്ബറിന്റെ അടുത്ത് ഈ കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മുമ്പേ കണ്ടിട്ടാണ് ഈ പാവ എടുത്ത കാര്യം ഞാനാണ് വന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്തായാലും ഈ കാര്യം പാവ എടുക്കുന്ന കാര്യങ്ങളെല്ലാം കാണിക്കുമെന്ന് അത് ആദിലയ്ക്ക് ഉറപ്പുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ആദില വന്നിട്ട് അക്ബറിന്റെ അടുത്ത് കുറ്റസമ്മതം നടത്തിയത്. ഇവിടെ പിന്നെ ആദിലെടുത്ത് അക്ബർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പൊട്ടിക്കരഞ്ഞത് എനിക്ക് വിഷമമുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാവ എടുത്തതിന്റെ പേരിലല്ല എനിക്ക് വിഷമം. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഇത്രയും എഫോർട്ട് എടുത്ത് ആ വെയിലത്ത് പോയി കിടന്ന് കിളച്ച് മറിഞ്ഞിട്ടാണ് അത്രയും പാവ ഞാൻ കൊണ്ടുവന്നത്. അപ്പം നീ എൻ്റെ കഷ്ടപ്പാടൊന്ന് മനസ്സിലാക്കിക്കോണം. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് പാവ കൊണ്ട് വെച്ചിട്ട് നീ അത് എടുത്തുകൊണ്ട് പോയാലാണ് എനിക്ക് സങ്കടം വന്നേന്ന്. അല്ലാതെ പാവ പോയാലും എനിക്ക് വിഷയമല്ല, ഇതൊരു ഗെയിം അല്ലേ, ഇതൊരു ടാസ്ക് അല്ലേ, ഗെയിം അല്ലേ, ഇതൊരു ഷോ അല്ലേ എന്നൊക്കെ പറയുന്ന അക്ബർ അത്രയും എഫോർട്ട് എടുത്തതിന്റെ കാര്യമൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ ചിന്തിച്ച കാര്യം എന്താണെന്നറിയോ, ഇതുപോലെ പല ആൾക്കാരും അവിടെ എഫോർട്ട് എടുത്ത് ഓരോ ടാസ്ക് വിൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് കോയിൻ കൊടുക്കാതെയും അവസാനം ആ ടാസ്ക് വിൻ ചെയ്തതിന്റെ പേരിൽ ഒരു വാല്യൂം കൊടുക്കാതെ അവിടെ ഉള്ള ആൾക്കാർ അവിടെ വിലയിരുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ജയിലിലോട്ട് തള്ളിവിടാനും അതിനൊക്കെയാണല്ലോ ചെയ്യുന്നത്. ഈ പറഞ്ഞിട്ടുള്ള അനു ആയിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, ഇവരൊക്കെ എത്ര നല്ല രീതിയിൽ ടാസ്ക് ചെയ്താൽ പോലും മറ്റുള്ള ഷാനവാസ് ആയിക്കോട്ടെ, ഈ അക്ബർ എന്താണ് പറയുന്നത്, ഇതൊക്കെ ഗെയിം അല്ലേ, ടാസ്ക് അല്ലേ, ഇത് എന്തിനാ എത്ര ഷോ ഓഫ് കാണിക്കുന്നത് എന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പൊ ഇവിടെ അതേപോലൊരു അവസ്ഥ അക്ബറിന് വന്നപ്പോഴത്തേക്ക് അക്ബറിന് അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അക്ബർ പറയുവാണ്, എനിക്കത് പാവ എടുത്തതിലൊന്നും നല്ല വിഷമം, പക്ഷെ അത്രയും വെയിലത്ത് പോയി കിടന്ന് കഷ്ടപ്പെട്ട് ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും പാവ കളക്ട് ചെയ്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് നീ അത് എടുത്തോണ്ട് പോയാലാണ് എനിക്ക് വിഷമം. അല്ലാതെ എത്ര പാവ വേണമെങ്കിലും എടുത്തോണ്ട് നോക്കിയോ ഒരു കുഴപ്പമില്ല, എന്തായാലും കൊള്ളാം. അപ്പം സ്വന്തം കാര്യത്തിൽ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് നല്ല വിഷമമുണ്ട്. മറ്റുള്ളവർ എത്ര ടാസ്ക് വിൻ ചെയ്ത് എത്ര കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ജയിച്ച് കയറി വന്നിട്ട് അവർക്ക് 1 കോയിൻ 2 കോയിൻ 3 കോയിൻ ഏതൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഈ അടിയന് വിഷമമില്ല. എന്തായാലും കൊള്ളാം. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും ഇതിനെ പറ്റിയിട്ട് കമന്റ് ചെയ്യുക. അതുപോലെ ഈ സ്ക്രാച്ച് കാർഡിനെ പറ്റിയിട്ട് ഈ ആര്യന്റെ കള്ളക്കളി അതിനകത്തും പിന്നെ ഇതിനകത്തൊരു ഫേവറിസം ഉണ്ട് കേട്ടോ, ഗ്രൂപ്പ് അതിനകത്തൊരു ഫേവറിസം ഉണ്ട്. കാരണം ഇത് നേരെ മറിച്ച് അനുവോ അല്ലെങ്കിൽ അനീഷോ വേറെ ആരെങ്കിലും ആണ് ഈ ഒരു കള്ളക്കളി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് വായന അവിടെ ആദിലയും നൂറയും ഈ പറഞ്ഞിട്ടുള്ള അക്ബറും ഇത് തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആര്യനൊക്കെ എന്ത് ഷോ ഓഫ് അവിടെ കാണിച്ചു കൂട്ടിയെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത് തിരിച്ചാണ് അവിടെ ചെയ്തതെങ്കിൽ. അപ്പം ഇതിനകത്ത് നല്ല ഫേവറിസം അവിടെ കാണിച്ചിട്ടുണ്ട്, മറ്റുള്ള കണ്ടസ്റ്റൻസ് നല്ല രീതിയിൽ ഫേവറിസം കാണിച്ചിട്ടുണ്ട്. ഇത് ആര്യനായതുകൊണ്ട് മാത്രം അവിടെ ആരും മിണ്ടാതിരുന്നു, അവിടെ ആരും ഒന്നും ചെയ്തില്ല. അനീഷും ഷാനവാസും മാത്രം അവിടെ പ്രതികരിച്ചു. അനീഷാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പ്രതികരിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക.